ശ്രീ ബി റജി, ഇവിടെ ഈ സ്വന്തം കഴിവും അധ്വാനവും കൊണ്ട് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയ യുവജനങ്ങളെ ജോലി നൽകുന്നതിന് പകരം ഇങ്ങനെ സമരപ്പന്തലിലേക്ക് തള്ളിവിടുന്നത് സാക്ഷര കേരളത്തിന് യോജിച്ചതാണോ? അല്ലെങ്കിൽ ഇപ്പോഴത്തെ വി.ഡി. സതീശൻ സർക്കാരിന് അത് നല്ലതാണോ? നോക്കൂ ശ്രീ ജമീഷ്, ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഒരു മത്സര പരീക്ഷ എഴുതി സർക്കാർ സർവീസിൽ പ്രവേശിച്ച് 1/4 നൂറ്റാണ്ടോളം ജോലി ചെയ്ത് വിരമിച്ച ഒരു ആളാണ് ഞാൻ. ഒരു പരീക്ഷ എഴുതുമ്പോഴും അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴും നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കേരള PSC ഒരു വർഷം ഏതാണ്ട് 400-നും 500-നും ഇടയ്ക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഉദ്യോഗാർത്ഥികൾ വളരെ ആവേശത്തോടെ ആഗ്രഹത്തോടെ ആണ് ഒരു തൊഴിൽ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ നമ്മുടെ രാജ്യത്ത് ഈ തൊഴിലില്ലായ്മയുടെ ഒരു രൂക്ഷതയും അതുപോലെ ഒരു ഗവൺമെൻറ് ജോലിയുടെ ആകർഷണീയതയും ഒക്കെ കൊണ്ടാണ് സർക്കാർ ജോലിക്ക് വേണ്ടി ഉദ്യോഗാർത്ഥികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും കാത്തിരിക്കുന്നതും. അതിനുവേണ്ടി സമരം ചെയ്യുന്നതിനും അവരെ നമുക്ക് ഒരു രീതിയിലും ഏതെങ്കിലും രീതിയിൽ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സമരത്തെ മുൻകാലങ്ങളിലൊക്കെ പലപ്പോഴും പരിഹസിക്കുകയും അതുപോലെ പോലീസിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വന്ന പെൺകുട്ടികൾ ആത്മഹത്യാ ഭീഷണി മുഴക്കി ഞങ്ങളുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടണം എന്നൊക്കെ പറയുമ്പോഴും അതിന് അന്നത്തെ സർക്കാർ തയ്യാറായില്ല എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. ഇപ്പോൾ ഈ LP സ്കൂൾ അധ്യാപകർ അവരുടെ റാങ്ക് ലിസ്റ്റിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ചെയ്യുമ്പോൾ അവരുന്നയിക്കുന്ന ഒരു ആവശ്യത്തെ സംബന്ധിച്ചും ഈ സർക്കാരിൻ്റെ ഉള്ള ചില പരിമിതികളെ സംബന്ധിച്ചും നമ്മളൊന്ന് വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. കാരണം സമരക്കാരോടും അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളോടും അങ്ങേയറ്റത്തെ അനുഭാവം പുലർത്തുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. അതിന് ഇവരുന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് മേലുള്ള ഒരു തടസ്സത്തിൻ്റെ സാധ്യത കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം കേരളത്തിലെ ഒരു ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ കുറയുന്നു, ഡിവിഷൻ ഫോൾ ഉണ്ടാകുന്നു. അപ്പോൾ അതുമൂലം ഇപ്പോൾ ഇവരുടെ PSCയിലെ ഈ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഈ ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്ന ഘട്ടത്തിൽ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയിലേക്കാണ് ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന വേക്കൻസിയിലേക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ എത്ര ഉദ്യോഗാർത്ഥികളുടെ ആവശ്യമുണ്ട് എന്ന് നോക്കിയാണ് നിയമനം നടത്തേണ്ടത്. പക്ഷേ ഇവിടെ ഈ ഡെമോഗ്രാഫിക് ഷിഫ്റ്റ് വരുന്നത് കൊണ്ട് കുട്ടികൾ കുറവ് വരുന്നു. നമ്മുടെ കഴിഞ്ഞ വർഷം അതായത് 2024-25 ആകെ 36.4 ലക്ഷം കുട്ടികളാണ് നമ്മുടെ കേരളത്തിലെ വിവിധ സ്കൂളുകളിലായിട്ട് പഠിക്കാനുണ്ടായിരുന്നത്. പക്ഷേ അത് 2025-26 ആയപ്പോഴേക്കും 1.25 ലക്ഷം കുട്ടികൾ കുറഞ്ഞു, 35.3 ലക്ഷം കുട്ടികളായിട്ട് കുറഞ്ഞു. അതായത് ഏതാണ്ട് കുട്ടികളുടെ കണക്കിൽ 2,50,856 കുട്ടികൾ ഈ വർഷം കുറവ് വന്നതായിട്ട് കാണിക്കുന്നു. അതുപോലെ സർക്കാർ മേഖലയിലെ കുറവെന്ന് പറയുന്നത് 31,481 കുട്ടികളുടെ കുറവ് സർക്കാർ മേഖലയിലെ സ്കൂളുകളിൽ കുറഞ്ഞു വന്നിരിക്കുന്നു. അപ്പോൾ ഇത് ആരെങ്കിലും ബോധപൂർവം സൃഷ്ടിച്ച ഒന്നല്ല, മറിച്ച് നമ്മുടെ സാമൂഹിക മേഖലയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടെ ഇപ്പോൾ ഈ നോർമലി അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നത് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. പക്ഷേ ഇവിടെ ഈ ഉദ്യോഗാർത്ഥികൾ സമരത്തിനിരിക്കുന്നത് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടാൻ വേണ്ടിയല്ല, മറിച്ച് അധ്യാപക വിദ്യാർത്ഥി അനുപാതം കുറയ്ക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. അതായത് LPയിലെ 1:30 ആണ് അധ്യാപകരുടെ റേഷ്യോ ഫിക്സ് ചെയ്തിരിക്കുന്നത്, UPയിലെ 1:35 ആണ്, അതുപോലെ ഹൈസ്കൂളിൽ 1:40 ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് സർക്കാർ മേഖലയിൽ ഗവൺമെൻറ് നയപരമായി ഒരു തീരുമാനമെടുത്താൽ അത് സർക്കാർ മേഖലയിൽ മാത്രമല്ല ആപ്ലിക്കബിൾ. കേരളത്തിലുള്ള മുഴുവൻ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും അത് ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഒരു കണക്ക് നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ കേരളത്തിൽ ഇന്നുള്ള അധ്യാപകരുടെ എണ്ണം എന്ന് പറയുന്നത് 1,55,447 പേരാണ്. അതിൽ എയ്ഡഡ് സ്കൂളുകളിൽ മാത്രമുള്ളത് 87,668 അധ്യാപകരാണ് ജോലി ചെയ്യുന്നത്. സർക്കാർ മേഖലയിൽ 54,820 പേരുണ്ട്. അപ്പോൾ ഇവിടെ വിദ്യാഭ്യാസ മേഖലയിൽ ഗവൺമെൻറ് ഒരു റേഷ്യോ കുറയ്ക്കണമെങ്കിൽ അത് നയപരമായ ഒരു തീരുമാനമാണ്. അത് ഗവൺമെൻറ് സ്കൂളുകളിൽ മാത്രമല്ല ആപ്ലിക്കബിൾ. ഈ റാങ്ക് ലിസ്റ്റിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കുന്നത് ഗവൺമെൻറ് സ്കൂളുകളിൽ മാത്രമാണ്. പക്ഷേ ഇവരുടെ നിയമനത്തിൽ ഒരു റേഷ്യോ ചേഞ്ച് വരുമ്പോൾ അതിൻ്റെ ആനുപാതികമായിട്ടുള്ള മാറ്റം എയ്ഡഡ് സ്കൂളുകളിലും ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ ഒരു സാമ്പത്തിക ഇംപ്ലിക്കേഷൻ അല്ലെങ്കിൽ നയപരമായ ഒരു തീരുമാനത്തിൻ്റെ ആ ഒരു ആഘാതം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യാഘാതം അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു മാറ്റം ഏറെ ആയിരിക്കും. അപ്പോൾ ഇത് അങ്ങനെ ചെയ്യരുതെന്നോ ഉള്ളതല്ല ഞാനിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറിച്ച്
അത് ഉണ്ടാകുമ്പോൾ അതിനെ സംബന്ധിച്ച് ദീർഘകാല അടിസ്ഥാനത്തിൽ, കാരണം ഇത് ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വർഷത്തെ ഒരു താൽക്കാലിക ഇതല്ല, ഇതൊരു ആവർത്തന ചെലവായിട്ട് വരും. അപ്പോൾ അതിൻ്റെ സാമ്പത്തിക ബാധ്യതകളെക്കുറിച്ച് പഠിക്കേണ്ടി വരും, എത്ര അഡീഷണൽ പോസ്റ്റിങ്ങുകൾ ഉണ്ടാക്കേണ്ടി വരും എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കണം. അപ്പോൾ അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടി വരും. അങ്ങനെ ചെയ്താൽ എത്ര പേർക്ക് അതിൻ്റെ പ്രയോജനം ലഭ്യമാകുമെന്ന് പരിശോധിക്കേണ്ടി വരും. ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഇത് എടുത്തു ചാടി പെട്ടെന്നൊരു റാങ്ക് ലിസ്റ്റ്, ഇപ്പോൾ PSCയോട് പബ്ലിക് സർവീസ് കമ്മീഷനോട് ആവശ്യപ്പെട്ടാൽ റാങ്ക് ലിസ്റ്റിൻ്റെ പീരീഡ് നിശ്ചയിക്കുന്നതിന് അവരുടെ ഒരു യോഗം കൂടിയാൽ അത് തീരുമാനിക്കാൻ കഴിയും. പക്ഷേ ഒരു റേഷ്യോ ഫിക്സേഷൻ എന്നും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തായിരിക്കുമെന്നും വിശാല അർത്ഥത്തിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠനം നടത്താതെ ഒരു സർക്കാരിന് തീരുമാനമെടുക്കാൻ കഴിയുമോ? ഇവിടെ നോക്കൂ, ഇവിടെ 10 കുട്ടികൾ പോലും ഇല്ലാത്ത സ്കൂളുകൾ കേരളത്തിലുണ്ട്. സർക്കാർ മേഖലയിൽ 50 സർക്കാർ സ്കൂളുകളിൽ 10 കുട്ടികൾ പോലുമില്ല. കുട്ടികൾ വരുന്നില്ല. അപ്പോൾ കുട്ടികൾ എൻറോൾ ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്ത അധ്യാപകരെ നമ്മൾ അവർ പ്രൊട്ടക്റ്റഡ് അധ്യാപകരായിട്ട് നമുക്ക് നിലനിർത്തേണ്ടി വരുന്നു. കാരണം ഒരു സുപ്രഭാതത്തിൽ തൊഴിലില്ലാതെ ആവുമ്പോൾ അവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന നിരാശയും അത് അവർക്ക് ഉണ്ടാകുന്ന പ്രതിസന്ധിയും പ്രത്യാഘാതങ്ങളും ഒക്കെ നമ്മൾ സാമൂഹ്യ ജീവിയായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട്. ഇവിടെ അതുപോലെ 25 കുട്ടികൾ പോലും ഇല്ലാത്ത 1363 സ്കൂളുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പോൾ ഈ ഉദ്യോഗാർത്ഥികൾ ഉന്നയിക്കുന്ന വിഷയത്തെ അതിൻ്റെ ഗൗരവത്തിലെടുത്ത് കൊണ്ട് അതിൻ്റെ ഇമ്പാക്റ്റ് പരിശോധിച്ച് അതിൻ്റെ നാനാവശങ്ങളെയും പരിശോധിക്കുന്നതിന് ഒരു സമയം അനുവദിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ഇരു കൂട്ടർക്കും അനുയോജ്യമായിട്ടുള്ള ഒരു നിലപാടെന്നാണ് എൻ്റെ പക്ഷം.